സുവിശേഷം സന്തോഷത്തിന്റെ വാർത്തയാണ്, അനുഗ്രഹത്തിന്റെ വാർത്തയാണ്. ഈ സുവിശേഷം സ്വീകരിച്ച് കേട്ട് ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യത്യാസം എന്താണ്? സുവിശേഷം കേൾക്കുന്നവനും കേൾക്കാത്തവനും തമ്മിലൊക്കെ എന്താണ് വ്യത്യാസം? എന്റെ വിചാരം, നമ്മുടെ ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത് സുവിശേഷത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. സുവിശേഷം ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില അടിസ്ഥാന ഭാവങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിൽ സൗമ്യതയും സ്നേഹവും ആത്മധൈര്യവും എല്ലാം ഉണ്ട്. അതൊക്കെ സുവിശേഷം കേൾക്കുന്നവന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അതെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പുലർത്തേണ്ട ഒരു ഇടമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ഞാൻ പറയും, ക്രിസ്ത്യാനി സുവിശേഷം കേൾക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അവന് നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റും. നല്ല അപ്പന്മാര്, നല്ല അമ്മമാര്, നല്ല മക്കള്. നമുക്കൊക്കെ ഇപ്പോഴും നല്ല കുടുംബങ്ങളുണ്ട് കേട്ടോ. നമുക്കതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാം. അപ്പന്മാരും അമ്മമാരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്നു, മക്കളെ വളർത്തുന്നു, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത്രയും പണം ചെലവഴിക്കുന്ന, ഇത്രയും കരുതൽ കൊടുക്കുന്ന വേറൊരു സമൂഹം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മളൊക്കെ ഓരോ ദിവസവും സുവിശേഷം കേൾക്കുന്നവരാണ്. നമുക്ക് എങ്ങനെങ്കിലും പിള്ളേരെ വളർത്താൻ പറ്റിയാൽ, എങ്ങനെങ്കിലും കുടുംബജീവിതം നയിക്കാൻ പറ്റിയാൽ, കൃപ ലഭിച്ചവരെ പോലെ ജീവിക്കണം കുടുംബജീവിതം. അവിടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴൊക്കെ ആണെങ്കിലും വെറുതെ അങ്ങ് എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് വളർത്തിയാൽ പോരാ, മറിച്ച് കൃപ ലഭിച്ചവരെ പോലെ വളർത്തിക്കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ ഈ സന്ദേശം നൽകുക. നമ്മുടെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ സുവിശേഷം കേട്ടവര്, സുവിശേഷത്തിന്റെ വെളിച്ചം സ്വീകരിച്ചവരെന്നുള്ള നിലയിൽ നമ്മൾ പുലർത്തേണ്ട ചില മനോഭാവങ്ങളും നിലപാടുകളുമുണ്ട്. അത് നമ്മുടെ കുടുംബജീവിതം കണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കണ്ടുപോലും മറ്റുള്ളവർ തിരിച്ചറിയണം. അവർ ക്രിസ്ത്യാനികളാണ് കേട്ടോ, അവര് ക്രിസ്തുവിന്റെ അനുയായികളാണ്, അവര് സുവിശേഷം കേട്ടവരാണ്. നിയമാവർത്തനത്തിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഇസ്രായേലെ കേൾക്കുക, സുപ്രധാനമായ കൽപ്പന കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അധരങ്ങളിൽ എന്നുള്ളതിനേക്കാളും ഹൃദയത്തിൽ ഈ കൽപ്പനകൾ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഞാൻ ഓർക്കുമായിരുന്നു, കിടക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണമെന്നാണ് കർത്താവിന്റെ കൽപ്പന. എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ കൽപ്പനകളെ കുറിച്ച് സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളവും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആദ്യമായിട്ട് തന്നെ കർത്താവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം, ജാഗരൂകതയോടെ കർത്താവിന്റെ കൽപ്പനകൾ മക്കളെ പഠിപ്പിക്കണം. വചനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവണം. അത് പള്ളിയിൽ വരുന്ന സമയത്ത് മാത്രം കേൾക്കാനുള്ള ഒന്നല്ല. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം എന്നത് കേന്ദ്ര സ്ഥാനത്ത് നിന്നങ്ങ് മാറിപ്പോയി. നമ്മുടെ പഴയ സമൂഹം, കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് പറയാൻ പറ്റും, ദൈവ കേന്ദ്രീകൃതമായിരുന്നു നമ്മുടെ ജീവിതം. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ചിന്തിക്കാത്ത ഒരു ദിവസമില്ല. എന്തു തീരുമാനമെടുക്കുമ്പോഴും ദൈവേഷ്ടമാണോ നിറവേറ്റുന്നത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. നമ്മുടെ ഇഷ്ടം മാത്രമേ നമുക്കുള്ളൂ. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കണം, മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുമ്പം ആത്മരക്ഷ അപകടത്തിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മക്കളെ വിടത്തില്ല. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ
സുവിശേഷം കേൾക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ, ആരാധനയിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ മക്കളെ പഠിപ്പിക്കാൻ വിടാത്ത കാരണവന്മാർ ഒരു 50 വർഷം മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ ജീവിതം ദൈവ കേന്ദ്രീകൃതമായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ സമൂഹം മനുഷ്യ കേന്ദ്രീകൃതമായിട്ട് മാറി. ഇവിടെ മനുഷ്യനാണ് എല്ലാം തീരുമാനിക്കുന്നത്. മനുഷ്യന്റെ ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ചൊക്കെ ഞാൻ ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ പള്ളിയിലും പോവും, അത് പള്ളി പോകാമെന്നിരിക്കത്തില്ല. പക്ഷേ എന്റെ ഇഷ്ടത്തിനാണ് പ്രാമുഖ്യം. സ്വേച്ഛയുടെ സർവാധിപത്യം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. അവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ പഠിപ്പിക്കുക, നിരന്തരമായിട്ട് പഠിപ്പിക്കുക, അതുപോലെ നിരന്തരമായിട്ട് ദൈവവചനം പറയുക, ഉരുവിടുക, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ അപ്രത്യക്ഷമായിട്ടുണ്ട്. ദൈവചിന്തകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മക്കളെ നല്ല മിടുക്കരായിട്ട് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ ദൈവത്തിന്റെ വചനം പ്രാമുഖ്യത്തോടെ പഠിപ്പിക്കണം. അവരുടെ അധരങ്ങളിൽ ദൈവത്തിന്റെ വചനമുണ്ടാവണം, ദൈവചിന്തയുണ്ടാവണം. ഞാൻ ഓർക്കാൻ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും സമ്പത്ത് വല്ലതും ഉണ്ടോ? ഇപ്പോഴൊക്കെ നമ്മുടെ ആൾക്കാർ വിദേശത്തൊക്കെ പോയി കുറെ പണമൊക്കെ നമുക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ കേരളം ഇങ്ങനെയും ഇപ്പോഴും കുഴപ്പമില്ലാതൊക്കെ മുമ്പോട്ട് പോവുക. പണ്ട് അതിനുള്ള വേദികളൊന്നുമില്ല. നമ്മുടെ ആൾക്കാരിങ്ങനെ ഈ കൃഷിയൊക്കെ ചെയ്ത് കിട്ടുന്നത് കൊണ്ടൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അന്ന് ഇതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഇന്റർനാഷണൽ സ്കൂളുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെലവ് കുറവാണ്. പിള്ളേരുടെ വിദ്യാഭ്യാസം ഒക്കെ ഫ്രീ ആണ്. ഗവൺമെന്റ് സ്കൂളുകളും ഒക്കെ ഉണ്ട്. മക്കളും ഒത്തിരി ഉണ്ട്. 7, 8, 9, 10, 12 മക്കളൊക്കെയാണ് ഓരോ വീട്ടിലും. എല്ലാവർക്കും കൂടെ കിടന്നുറങ്ങാൻ സൗകര്യമുള്ള വീടുകളില്ല. പക്ഷെ അതിനകത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ വളരും. ഓരോ ദിവസവും അമ്മ ഇങ്ങനെ അപ്പന്റെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ കേട്ടോ എന്തുവാ, അല്ല അവക്ക് പുതിയൊരു പാവാട തയ്പ്പിക്കണം, ഓ അവന് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കണം, ഓ നിങ്ങളുടെ വല്ലതും ഉണ്ടോ? ഒന്നും കാണുകയല്ല അച്ഛൻ്റെ. പക്ഷെ അപ്പൻ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു വാക്യമുണ്ട്, ദൈവം എല്ലാത്തിനും ഒരു വഴി കാണും. ദൈവം എല്ലാത്തിനും ഒരു വഴി കാണും. അതൊരു വലിയ ദൈവചിന്തയാണ്, ദൈവാശ്രയമാണ്. ദൈവം വഴി കാണിച്ചില്ലേ? കാണിച്ചു. മക്കളെല്ലാം മിടുക്കരായിട്ട് വളർന്നു, നല്ല മിടുമിടുക്കരായിട്ട് പല രംഗങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജീവിച്ചവരാണെങ്കിലും അവരൊക്കെ വളർന്ന് മിടുക്കരായി. ഈ ദൈവചിന്ത മാതാപിതാക്കളുടെ മനസ്സിലുള്ളത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ള അടിസ്ഥാന ബോധ്യം അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ പഴയ മാതാപിതാക്കൾക്കൊക്കെ സാധിക്കുമായിരുന്നു. നമ്മുടെ ഇപ്പൊ വന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രാർത്ഥന പോലും കുറഞ്ഞു. കുടുംബ പ്രാർത്ഥനയൊക്കെ, സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെയുള്ള പാരമ്പര്യം നമുക്കുണ്ട്. സന്ധ്യയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് നമസ്കാരം ചൊല്ലുന്നു, കർത്താവിന്റെ വചനം വായിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ അടുത്ത നാളിലൊരു ന്യൂജൻ ഫാമിലിയിൽ അത്താഴം കഴിക്കാനായിട്ട് പോയി. അപ്പോ അവർ പറഞ്ഞു അത്താഴം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥനയുണ്ട്. വെയിറ്റ് പ്രാർത്ഥനയുണ്ട്. പിന്നെ അത്താഴമായി, അത്താഴം വിളമ്പി വെച്ചു. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥനയുണ്ട്. അല്ല ഇത് തണുത്തൊന്നും പോകത്തില്ല. ഇതാവാ നമുക്ക് പ്രാർത്ഥിക്കാം. എവിടാ? ഭക്ഷണമേശയുടെ ചുറ്റും എല്ലാരും കൂടി ഇരുന്നിട്ട് അവിടുത്തെ ന്യൂജൻ മമ്മി പ്രാർത്ഥന ചൊല്ലി, ഇൻ ദ നെയിം ഓഫ് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. തീർന്നു, പ്രാർത്ഥന തീർന്നു. ആമേൻ, ഇനി ഇരുന്ന് കഴിച്ചോ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ലോപിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് പരിപാടി തീർത്തു. ദൈവചിന്ത കുറഞ്ഞ് നമ്മുടെ സൗകര്യങ്ങളിലേക്ക് മാറുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഈ ദൈവചിന്തയിൽ പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പ്രാർത്ഥനയ്ക്കാണെങ്കിലും എന്തെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു യാത്ര പോയി ക്ഷീണിച്ച് വൈകുന്നേരം വന്നാൽ വീട്ടിൽ ആദ്യം വേണ്ടെന്ന് വെക്കുന്ന കാര്യം എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇന്ന് ഉണ്ടായിരിക്കുന്നല്ല കേട്ടോ, അത് പ്രഖ്യാപിക്കുന്ന വീട്ടിലെ അപ്പനായിരിക്കും. അങ്ങേരെ ഇത് പ്രഖ്യാപിക്കാൻ മാത്രമേ കാണത്തുള്ളൂ, ചൊല്ലാനൊന്നും കാണുകയില്ല. പ്രാർത്ഥന ഇല്ലെന്ന് പറയാൻ മാത്രമേ ഈ പാർട്ടി വീട്ടിൽ വരത്തുള്ളൂ. പ്രാർത്ഥനയില്ല, കാരണം യാത്രയാ, ക്ഷീണമാ. അതേസമയം അമ്മയുടെ തോളത്ത് യാത്ര ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കുത്തി എഴുന്നേപ്പിച്ച് അതിന്റെ വായിൽ കുപ്പിപ്പാല് തിരികെ വെച്ചു കൊടുത്ത് അതിനെ കൊണ്ട് കുടിപ്പിച്ചിട്ടേ കിടത്തി ഉറക്കത്തുള്ളൂ. അപ്പൊ ഈ കൊച്ചിന് അറിയാതെ ഒരു ബോധ്യം കിട്ടും, പാല് കുടിച്ചില്ലെങ്കിൽ ചത്തുപോകാൻ സാധ്യതയുണ്ട്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി.
നമ്മളിങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ ആപേക്ഷികമാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിന്റെ അധരങ്ങളിൽ സൂക്ഷിക്കണമെന്ന ആ കർത്താവിന്റെ കൽപ്പനയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. നല്ല കുഞ്ഞുങ്ങളെ കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അപ്പൊ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവം അവർക്കുണ്ടാവും. ദൈവമേ, ഈ ജീവിതം മുഴുവൻ നിന്റേതാണെന്ന് ഓരോ ദിവസവും നമ്മള് കുടുംബം ഒന്നാകെ ഇരുന്ന് ഏറ്റുപറയണം. അപ്പൊ അറിയാതെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത കിട്ടും, ഇതൊക്കെ ദൈവം തന്നതാണ്. ഈ ജീവിതം, ഈ അപ്പനെയും ഈ അമ്മയും ഒക്കെ ദൈവം തന്നതാണ്. അങ്ങനെ ദൈവം തന്ന ഈ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെയുള്ള അടിസ്ഥാന ചിന്തകൾ അവർക്കുണ്ടാവും. അത് നിങ്ങൾ ചോദിക്കും, അത് എന്നു മുതലാ? അത് കുഞ്ഞ് ജനിക്കുന്ന അന്നു മുതൽ കുഞ്ഞ് ഈ ദൈവ ചിന്തയിൽ വളരണം. നമ്മുടെയൊക്കെ പിള്ളേരുടെ മനസ്സിൽ ഭക്തി ഉടലെടുക്കുന്ന ഏത് പ്രായത്തിലാ? 5 വയസ്സാവുമ്പോഴൊന്നും അല്ല കേട്ടോ, 5 വയസ്സിനൊക്കെ വളരെ മുമ്പാ. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരമ്മ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്താനായിട്ട് ആരംഭിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിലാണ് നമ്മുടെ തലച്ചോറ് ഏറ്റവും സ്പീഡിൽ വളരുന്നതെന്നാണ് പറയുന്നത്. ഒരു മൈക്രോസ്കോപ്പിൽ സെല്ലിൽ നിന്ന് കൈമുഷ്ടിയുടെ വലിപ്പത്തിലേക്ക് മനുഷ്യന്റെ തലച്ചോറ് വളരുന്നത് അമ്മയുടെ ഉദരത്തിലാണ്. അത്രയും സ്പീഡിൽ പിന്നെ ഒരിക്കലും വളരുന്നില്ല. ഇത്രയും നാൾ വളർന്നില്ലെങ്കിൽ ഇനിയിപ്പോ വളരുമെന്ന് പ്രതീക്ഷയും വേണ്ട കേട്ടോ. അപ്പോ അമ്മയുടെ ഉദരത്തിലാണ് ഈ തലച്ചോറ് വളരുന്നത്. അപ്പൊ തലച്ചോറ് വളരുമ്പോ അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരുമ്പം തന്നെ ഈ കുഞ്ഞിന്റെ ബ്രെയിനിന്റെ ന്യൂറൽ സ്ട്രക്ചർ മുഴുവൻ പൂർത്തിയായിരിക്കും എന്നാണ് വിവരമുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ കുഞ്ഞിന്റെ തലച്ചോറ് വളരുന്നത് അമ്മയുടെ തലച്ചോറുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അമ്മയുടെ മനസ്സിൽ ഈ പ്രാർത്ഥനാ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിന്റെ മനസ്സിലേക്കും കടന്നു വരികയാണ്. പിന്നീട് ഓരോ ദിവസവും വീട്ടിൽ ഈ പ്രാർത്ഥനയുടെ അനുഭവം കേട്ടു വളരുന്ന കുഞ്ഞ് ദൈവത്തെയും തിരിച്ചറിയുകയാണ്. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പം കുഞ്ഞിന് അമ്മയെ തിരിച്ചറിയാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. അമ്മയെ കുഞ്ഞിന് മണത്തറിയാമത്രേ. അതാണ് ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. കുഞ്ഞുങ്ങൾക്ക് അമ്മമാരെ മണത്തറിയാൻ പറ്റും. കുഞ്ഞിന് ഈ ജനിച്ചു വീണ ഉടനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാഴ്ചയൊക്കെ ഉറയ്ക്കുന്ന സമയമെടുത്താണ്. അമ്മയുടെ മുഖം തിരിച്ചറിയുന്നതും വളരെ സമയമെടുത്താണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ കുഞ്ഞിന് മണക്കാനുള്ള കഴിവ് കിട്ടും. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും ആദ്യം ഉണരുന്നതും ഏറ്റവും അവസാനം വരെ ശക്തമായി നിലനിൽക്കുന്നതും മണക്കാനുള്ള കഴിവാണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ ഇതുവരെ മണത്തിന്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഡോക്ടർമാരുണ്ട്. കാരണം അതിന്റെ ആവശ്യമില്ല. വളരെ ശക്തമായ ഇന്ദ്രിയമാണ്. ഈ കോവിഡ് വന്നപ്പോൾ കയറി പിടിച്ചത് അവനെയാണ്. സാധാരണ രീതിയിൽ എങ്ങും അനക്കമില്ലാത്ത ഈ ഇന്ദ്രിയത്തെയാണ് കയറി പിടിച്ചത്. ഒത്തിരി പേരുടെ മണവും രുചിയും എല്ലാം പോയി കോവിഡ് വന്നപ്പോൾ. എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു കേട്ടോ. ഞാൻ ആശുപത്രി കടന്ന് ആശുപത്രി ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിച്ചു. എനിക്കാണ് രുചി കൂടി. അപ്പൊ ഡോക്ടർമാർക്ക് സംശയം, ഇനി രുചി കൂടുന്നതും കോവിഡിന്റെ ലക്ഷണമാണോ എന്ന്. ഏതായാലും ഈ മണം എന്ന് മണത്തറിയാം. കുഞ്ഞിന് അമ്മയെ മണത്തറിയാനായിട്ട് പറ്റും. അപ്പനെ അറിയാൻ ഒരു മാർഗമില്ല കേട്ടോ. പുള്ളി ഇങ്ങനെ വെറുതെ മുണ്ടോക്ക് മടക്കി കുത്തി ഞാനാണ് ഇതിന്റെ എല്ലാ രചനയും സംവിധാനവും എന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് നടക്കാന്നല്ലാതെ ഒരു കാര്യവുമില്ല. കുഞ്ഞ് അപ്പനെ അപ്പാന്ന് വിളിക്കണമെങ്കിൽ ആര് കനിയണം? അമ്മ കനിയണം. അതുകൊണ്ട് നിങ്ങൾ അപ്പന്മാർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഭാര്യമാരോട് വിഷമമുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് അത് തീർത്തേക്കണം. കാരണം നിങ്ങൾ അവരോട് ആജീവനാന്തം നന്ദിയുള്ളവരായിരിക്കുക. കഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങളെ തന്നെ അപ്പാന്ന് വിളിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ പിള്ളേരെ. എന്നിട്ട് പിന്നെ ഈ അപ്പനും അമ്മയും കൂടെ കുഞ്ഞിന് പുതിയ ഒരു ലോകം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. വല്യപ്പൻ, വല്യമ്മ, പിന്നെ അയലോക്കത്തുകാര്. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആ അയലോക്കത്തുകാർ കുഴപ്പമില്ല, ഇപ്പുറത്തുകാരോട് ശകല അകൽച്ച പാലിക്കണം, മറ്റേ അപ്പുറത്തുകാരുടെ മതിൽ കണ്ട ചവിട്ടിക്കോണം. ഇതെല്ലാം നമ്മൾ കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്. വെറുക്കാനും സ്നേഹിക്കാനും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ബന്ധങ്ങളിലൂടെ കുഞ്ഞിന്റെ ലോകം അങ്ങ് വളരുകയാണ്. കുഞ്ഞിന് വളരാൻ 3 കുടുംബങ്ങൾ വേണമെന്ന് പറയാറുണ്ട്. ഒന്ന് കുഞ്ഞിന്റെ കുടുംബം, മറ്റൊന്ന് കുഞ്ഞിന്റെ അപ്പന്റെ കുടുംബം, കുഞ്ഞിന്റെ അമ്മയുടെ കുടുംബം. ഈ കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടെങ്കിലും അത് കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നീന്തി നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞൊരു കാര്യം കൂടെ തിരിച്ചറിയും. വൈകുന്നേരം ആവുമ്പം അപ്പനും അമ്മയും കൂടെ എല്ലാം കൂടി ഇരുന്ന് ഒരു പുസ്തകമൊക്കെ തുറന്ന്
വളരെ ആദരവോടെ ഏതാണ്ട് പ്രാർത്ഥിക്കുന്നു. മെഴുകുതിരിയൊക്കെ കത്തിച്ചു പിടിക്കുന്നു. ഞങ്ങൾക്കൊക്കെ തിരുഹൃദയ രൂപമുണ്ട്. തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കൊച്ചിന് മനസ്സിലായി ഒരു മീശക്കാരൻ ചേട്ടന്റെ പടത്തിന് മുമ്പിൽ വന്നിരുന്ന ഇവര് പ്രാർത്ഥന. അപ്പൊ കുഞ്ഞിന് ഒരു കാര്യം കൂടെ ബോധ്യമായി, ഇവിടെ എഴുന്നേറ്റ് നടക്കുന്ന പാർട്ടികളെക്കാളും ശക്തനാണ് ഈ മീശക്കാരൻ. കാരണം എന്റെ അപ്പനെ അമ്മയെ ഇങ്ങനെ ഇരുത്തണമെങ്കിൽ ഈ പുള്ളി അസാമാന്യ സംഭവമായിരിക്കും. ആ കുഞ്ഞ് 1-ാം ക്ലാസ്സിൽ വേദപാഠത്തിന് ചെല്ലുമ്പം ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ കൊച്ചു തലകുലുക്കി സമ്മതിക്കും. കാരണം കുഞ്ഞിനത് എല്ലാ ദിവസത്തെ അനുഭവമാണ്. ആ ഭിത്തിയിലിരിക്കുന്ന മീശക്കാരൻ ചേട്ടന്റെ മുമ്പിൽ എന്റെ അപ്പനും അമ്മയും കൂടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അത് സർവശക്തനാണെന്ന്. അല്ലെങ്കിൽ അവരങ്ങനെ ഇരിക്കുകയില്ല. സാധാരണപ്പെട്ടവരുടെ മുമ്പിൽ അങ്ങനെ അടങ്ങിയിരിക്കുന്ന പാർട്ടികളല്ല നമ്മുടെ മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെ ആദ്യ മാസങ്ങളിൽ തന്നെയാണ് കുഞ്ഞ് ദൈവത്തെ തിരിച്ചറിയുന്നത്. ഈ ആദ്യ മാസങ്ങളിൽ ദൈവത്തെ തിരിച്ചറിയാത്ത കുഞ്ഞിനെ നിങ്ങൾ പ്രായമായി കഴിഞ്ഞിട്ട് ദൈവമുണ്ടെന്ന് അതിന്റെ മുമ്പിലും പുറകിലും കൂടി ഇരുന്ന് പഠിപ്പിച്ചാലും അതിന്റെ തലേ കയറാനൊന്നും പോകുന്നില്ല. അതേസമയം അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്ന, അമ്മയുടെ കൂടെ ഈ ആരാധനാ സംഗീതം കേട്ട് വളരുന്ന, അതുപോലെ വചന വായന കേൾക്കുന്ന, ആരാധനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളോട് ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട പ്രത്യേക ആവശ്യമൊന്നുമില്ല. അവർക്കതറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാം നമ്മുടെ ദൈവത്തെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം, ഞങ്ങളുടെ പരിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. ആ പ്രാർത്ഥനയുടെ അർത്ഥം അത് വെറുതെ 3 പേരുടെ പേരങ്ങ് വിളിക്കുകയല്ല. പിതാക്കന്മാരുടെ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പിതാക്കന്മാരോടുള്ള ബന്ധമാണ് പിതാക്കന്മാരുടെ ദൈവത്തെ, പിതാക്കന്മാരോട് വിശ്വസ്തത കാട്ടിയ ദൈവത്തെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ആ പിതാക്കന്മാരുടെ ദൈവത്തെ തിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യതയായിരിക്കും. കാരണം ഈ എഴുന്നേറ്റ് നടക്കുന്ന മനുഷ്യരിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, അവരൊക്കെ ബലഹീനരായിട്ട് മാറുമ്പോൾ, അവരിലുള്ള വിശ്വാസം തകർന്നു പോകുമ്പോൾ ഈ മകനെ താങ്ങി നിർത്താൻ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നില്ല, വിശ്വാസത്തിന്റെ വാതിൽ തുറക്കുന്നില്ല. മാനുഷികമായ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് ദൈവികമായ കൃപ അതവന് ലഭിക്കണമെങ്കിൽ ഈ ദൈവികമായ കൃപയിലുള്ള വിശ്വാസം അവന് കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കള് ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സമ്മാനം ദൈവവിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനൊരിക്കല് ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവരുടെ ചില കുടുംബ പ്രശ്നങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അവരെ പരിചയപ്പെട്ടു. അവരുടെ അപ്പനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ചെറുപ്പക്കാര് ദമ്പതികൾ. അവർക്ക് 2 മക്കൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ഈ പെൺകുട്ടി അവൾ നന്നായിട്ട് പഠിക്കും, അവൾ കോളേജിലൊക്കെയാണ്. അവൾ എന്നെ ഒരു ദിവസം വിളിച്ചു, അച്ഛാ ഒന്ന് സഹായിക്കണം. എന്താണ്? എന്റെ ബ്രദറ്, അവന് ഇന്ത്യയിലെ തന്നെ വലിയൊരു സ്ഥാപനത്തിലാണ് അവൻ പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണ്. അവൻ ഈയിടെയായിട്ട് എപ്പോ ഫോൺ വിളിച്ചാലും ബൈബിള് കൂടുതലായിട്ട് പറയുന്നു. അവനെന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ ബൈബിള് കൂടുതലായിട്ട് അവൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ ഏതൊക്കെയോ ഒരു സെക്റ്റിൽ അവൻ ചെന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് സഹായിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അവനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറയുന്നത് സത്യ ദൈവത്തെ ഞാൻ കണ്ടെത്തി എന്നെല്ലാം പറഞ്ഞ് അവൻ കുറെ ചരിത്രമെല്ലാം പറഞ്ഞു. ചോദിച്ച് വന്നപ്പോൾ അവന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അവന് കാട്ടിക്കൊടുക്കേണ്ട മാതാപിതാക്കളോടുള്ള അരിശം അവൻ തീർക്കുകയാണ്. അവന്റെ മാതാപിതാക്കളെ എന്നും വഴക്കാണ് വീട്ടിൽ. നിസാര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന മാതാപിതാക്കളുടെ ഈ മകന് അവരാരാധിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരോടുള്ള അരിശം അവന്റെ അബോധ മനസ്സാണെങ്കിലും തീർക്കാൻ അവൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അവരിൽ നിന്ന് ലഭിച്ച വിശ്വാസം തന്നെ അവനങ്ങ് തിരസ്കരിച്ചു. അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ദൈവത്തെ ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. അതുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിച്ച് വളർത്തുന്ന മക്കള് ഇടക്കാലത്തൊക്കെ പള്ളി കയറാതൊക്കെ നടന്നാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അവര് തിരിച്ചു വരും കേട്ടോ. കാരണം അവന്റെ ഉള്ളിൽ ഈ ദൈവമുണ്ട്.
അവന്റെ ഉള്ളിൽ അവൻ എന്തെങ്കിലുമൊക്കെ ആരുമില്ല എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ അവന്റെ മനസ്സ് അവനെ ഓർമ്മിപ്പിക്കും, നിന്റെ മാതാപിതാക്കളെ അവരുടെ ജീവിതത്തിന്റെ സന്നിഗ്ധാവസ്ഥകളിൽ കാത്തുരക്ഷിച്ച ഒരു ദൈവമുണ്ടല്ലോ, നീ കുഞ്ഞുനാള് മുതൽ വിളിച്ച് പ്രാർത്ഥിച്ച ആ ദൈവത്തെ കണ്ടെത്താൻ അവന് സാധിക്കും. അതുകൊണ്ട് പക്ഷേ നമ്മൾ ഒരു സ്നേഹത്തിന്റെ അനുഭവത്തിൽ ഈ മക്കളെ വളർത്തുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ ഈ അപ്പനും അമ്മയൊക്കെ പള്ളിക്കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് നടക്കുന്ന ചില വീടുകളുണ്ട്. അപ്പൻ സർവ്വ നേരവും പള്ളിയിലാണ്, ബാഡ്ജൊക്കെ കുത്തി, പുള്ളിക്ക് ഒരു ബാഡ്ജ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, പള്ളി പോയിരുന്നോളൂ. അമ്മ എവിടെ പന്തൽ കെട്ടിയാലും അവിടെ കൺവെൻഷനും പോയിരിക്കുക, വീട്ടിൽ കഞ്ഞി വെച്ചില്ലേലും അമ്മ കൺവെൻഷന് പോകും. സർവ്വനേരം ഇവർ രണ്ടുപേരും പള്ളിക്കാരും പ്രാർത്ഥനക്കാരും വചനക്കാരും ഒക്കെയാണ്. പക്ഷെ വീട്ടിൽ വന്ന വഴക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് രണ്ടും. പിള്ളേർക്ക് മനസ്സിലാവില്ല ഇവരെന്തിനാ പള്ളി പോകുന്നു, പള്ളി പോയിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു വ്യത്യാസമില്ല, ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് ഒരു വർത്താനം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് സ്നേഹപിതാവായ ദൈവത്തെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ മക്കളെ അവർക്ക് സ്നേഹിക്കാൻ പറ്റണം. സ്നേഹത്തിലൂടെ മാത്രമേ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരുടെ ഉള്ളിൽ ആ ദൈവം പതിഞ്ഞു കിടന്നാൽ നിരന്തരമായിട്ട് അവർക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ വരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സ്നേഹത്തിന്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാവണമെന്ന് പറയുന്നത്. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് പിതൃത്വം അത് ശരിക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇച്ചിരി സ്നേഹവും സന്തോഷവും ഒക്കെ വേണം, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംതൃപ്തിയൊക്കെ വേണം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? സംതൃപ്തി വളരെ കുറവാണ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഒരു സംതൃപ്തി വളരെ കുറവാണ്. നമ്മൾ ഈ ജനുവരി 1-ാം തീയതി 600 കോടി രൂപയ്ക്ക് മദ്യം കഴിച്ചെന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ച് കുളിരണിഞ്ഞു കാണും. അത് 300 കോടിയും ക്രിസ്ത്യാനിയായിരിക്കും കുടിച്ചത്, സാധ്യത അതാണ്. നമ്മളിടയ്ക്ക് ബംഗാളികളെ പോലും വെള്ളം അടിപ്പിക്കാനായിട്ട് നോക്കി, നമ്മുടെ മിടുക്കന്മാരായ ചേട്ടന്മാർ. എന്തിനാ അവന്മാരിവിടെ കടന്നോളൂല്ലോ. പക്ഷെ അവര് വളരെ പെട്ടെന്ന് മര്യാദയായി, അവർക്ക് മനസ്സിലായി ഈ വെള്ളമടിച്ച് ജീവിതം നശിക്കുന്നു മനസ്സിലായപ്പോൾ അവരതൊക്കെ നിർത്തി. പിന്നെയും കുടിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഇത്രയും മദ്യപാനമൊക്കെ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയുടെ അനുഭവം കുടുംബങ്ങളിലില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു സംതൃപ്തിയുണ്ടോ? എനിക്ക് ഈ ഭാര്യ മതി എന്ന് പറയാൻ ഭർത്താക്കന്മാർക്ക് സാധിക്കുന്നിടത്ത് അവരുടെ പകുതി പ്രശ്നം തീർന്നു. എനിക്ക് ഈ ഭർത്താവ് മതിയെന്ന് ഭാര്യമാര് തീരുമാനിക്കുന്നിടത്ത് അവരുടെയും പകുതി പ്രശ്നം തീർന്നു. മാതാപിതാക്കൾ തീരുമാനിക്കുക ഞങ്ങൾക്ക് ഈ മക്കൾ മതി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് പോകുന്ന 2 കിട്ടിയിരിക്കുന്നു, എന്നാലും ഇത് മതി, ഇതേ ഉള്ളല്ലോ, പിന്നെ എന്നെ എടുക്കാൻ. പക്ഷെ പലരുടെയും ചിന്ത, പല ഭർത്താക്കന്മാരുടെയും ചിന്ത അവരുടെ ഒറിജിനൽ ഭാര്യ ഇതുവരെ വന്നിട്ടില്ലെന്നാ കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഒരാളുണ്ട്, അത് വരും എന്നാ ഒരു പിടിയില്ല, വരുമായിരിക്കും. ഓരോ സിനിമ കാണുമ്പോഴും അവരുടെ പ്രതീക്ഷ ഇതുപോലൊരാൾ വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാ പോയി ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിൽ പോയിരിക്കുന്നത്. ചുമ്മാതാ കേട്ടോ, ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ, ഇനിയും കിട്ടാനൊന്നും പോകുന്നില്ല. ഭാര്യമാരുടെയും ചിന്ത അതാണ്, ഞങ്ങൾക്ക് നല്ല ആ സിനിമയിൽ കണ്ട പോലെ ഒരാൾ വരുമായിരിക്കും സ്വപ്നങ്ങളിൽ. സ്വപ്നം കണ്ടോണ്ടിരിക്കാവതേ ഉള്ളൂ, ഈ കിട്ടിയതേ ഉള്ളൂ. നമ്മൾ സംതൃപ്തിപ്പെട്ടേ പറ്റും. പക്ഷെ സംതൃപ്തിയുടെ ഒരു അനുഭവം, ഇത് മതി എന്ന് വെക്കുന്നിടത്ത് നമുക്ക് സ്നേഹിക്കാൻ തുടങ്ങാൻ പറ്റും. ഏതായാലും ഇതേ ഉള്ളൂ, അപ്പൊ പിന്നെ സ്നേഹിച്ചല്ലേ പറ്റൂ. അപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കാര്യങ്ങൾ കുറച്ചും കൂടെ രസകരമായിട്ട് മാറും, കുറച്ചും കൂടെ ആനന്ദകരമായിട്ട് മാറും, സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട, നല്ല മാതാപിതാക്കളാകാൻ ദൈവകൽപ്പനകൾ ഹൃദയത്തിലുണ്ടാവണം. ദൈവകൽപ്പനകൾ മക്കളെ പഠിപ്പിക്കണം, അത് പ്രാധാന്യത്തോടെ പഠിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനമെന്ന് അവരെ പഠിപ്പിക്കണം. ദൈവത്തെ മറന്നിട്ട് മക്കളെ ഒരു ജീവിതം വേണ്ട എന്ന് പഠിപ്പിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പം നല്ല ലക്ഷ്യബോധത്തോടെ അവരെ വളർത്തണം. സുഭാഷിതങ്ങൾ 22-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് അവൻ വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ തന്നെ, പ്രോവർബ്സ് 22:6 സുഭാഷിതങ്ങൾ 22:6, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി
പരിശീലിപ്പിക്കുക. വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് പറയുന്നത് ശൈശവത്തിൽ തന്നെ നല്ല ലക്ഷ്യങ്ങൾ ഇടണം. ഈ മക്കളെ കുറിച്ച് ലക്ഷ്യങ്ങൾ ഇടണം. ഈശോയുടെ ബാല്യത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2:52 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവൻ ദൈവത്തിന്റെയും അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നു. വളരെ മനോഹരമായ ഒത്തിരി അർത്ഥതലങ്ങളുള്ള ഒരു വചനമാണിത്. അവൻ ജ്ഞാനത്തിൽ വളർന്നു, പ്രായത്തിൽ വളർന്നു, ദൈവത്തിന്റെ സംപ്രീതിയിൽ വളർന്നു, മനുഷ്യരുടെ സംപ്രീതിയിലും അവൻ വളർന്നു. അതൊരു വലിയ ലക്ഷ്യമാണ്, കർത്താവിനെ പോലെ വളരുക. നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പം തന്നെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ്? മക്കളെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടോ എന്നാ പറയുന്നത്. രക്ഷപ്പെട്ടോ എന്ന് പറയുന്നത് പണ്ടൊക്കെ സ്വർഗത്തിൽ പോകുക എന്നായിരുന്നു അതിന്റെ അർത്ഥം. ഇപ്പൊ അങ്ങനല്ല. മോനെ അമേരിക്കയ്ക്ക് പൊക്കോ, അവിടെ സ്ഥലമില്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പൊക്കോ, ഇനി അവിടെയും സ്ഥലമില്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ ജീവൻ കണ്ടുപിടിക്കുമായിരിക്കും, നമുക്ക് അവിടെ പോകണം. നമ്മൾ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ലക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ അപ്പുറത്ത് ആത്മരക്ഷയാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. ആത്മാവിനെ രക്ഷിക്കലാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിനക്ക് എന്ത് കിട്ടും? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് ലഭിക്കും? ഒത്തിരി പണമെല്ലാം ഉണ്ടാക്കി എത്രയോ മനുഷ്യർ ജീവിക്കുന്നു. അവസാനം ഞാൻ ഈ അടുത്ത നാളിൽ പത്രത്തിൽ വായിച്ചു, നമ്മുടെ ബാങ്കുകളിലൊക്കെ ആൾക്കാർക്ക് മറവി രോഗം ബാധിച്ചതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന തുക കോടിക്കണക്കിന് രൂപയുടെയാണ്. കോടിക്കണക്കിന് രൂപ, 1000 കോടിയോ 1500 കോടി രൂപയൊക്കെ നമ്മുടെ ബാങ്കുകളിൽ കിടപ്പുണ്ട്. അവകാശികളില്ല. അവരങ്ങനെ കൂട്ടി വെച്ചു. അവസാനം താണ്ട് മരിച്ചും പോയി. അവർക്കത് ആർക്കും കൊടുക്കാൻ പറ്റിയില്ല, ആർക്കും എഴുതി വയ്ക്കാൻ പറ്റിയില്ല. ലക്ഷ്യം നമ്മൾ എന്താണ് ഇടുന്നത്? ലക്ഷ്യമിടുന്നത് ആത്മരക്ഷയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അവർക്ക് സ്വപ്നങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഈ കാരുണ്യ ഭവനങ്ങളുണ്ടല്ലോ, ഭിന്നശേഷിക്കാരുടെ ഭവനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ അത് ഒത്തിരി നടത്തുന്നുണ്ട്, നമ്മുടെ സഭകളെല്ലാം നടത്തുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഭവനത്തിൽ കൊണ്ടുപോയി ഒരു ദിവസം ആ പിള്ളേർക്കുള്ള ജോലിയിൽ ഉണ്ട്, ക്ലേശമുണ്ട്, അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യങ്ങളെല്ലാം മാറിപ്പോകും. ചില പിള്ളേർക്ക് ഇപ്പൊ വന്ന് ഈ ലക്ഷ്യങ്ങളെല്ലാം മാറി വളരെ ആഡംബരമായിട്ട് ജീവിക്കണം, ഭയങ്കര പോഷായിട്ട് ജീവിക്കണം, അപ്പനെയും അമ്മയും ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ അവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഒത്തിരി പണം ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കണം, വെക്കേഷൻ അവിടെ പോകണം ഇവിടെ പോകണം, ഇതൊക്കെ മാത്രമേ ഉള്ളൂ അവരുടെ സ്വപ്നങ്ങളിൽ. എന്നാൽ ഈ നാട്ടിൽ പണം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒത്തിരി മനുഷ്യരുണ്ട്, വൈകല്യങ്ങളുള്ള ഒത്തിരി മനുഷ്യരുണ്ട്, ആരുപോലും ഇല്ലാത്തവരുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. അവരെക്കുറിച്ച് ചിന്തിക്കണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യം പോലും ഇല്ലാതെ പോവുകയാണ് നമ്മുടെ മക്കള്. അവരുടെ മനസ്സിൽ ഈ ഭൗതികമായ ഒരു സുരക്ഷിതത്വവും ഭൗതികമായ സമൃദ്ധി മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പാപ്പരത്വം, അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. നിന്റെ ഉള്ളിൽ സുഖതുല്യമായ ഒരു ജീവിതമോ സുഖകരമായ ഒരു ജീവിതം മാത്രമേ ഉള്ളെങ്കിൽ നീ യഥാർത്ഥത്തിലുള്ള നിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. നിനക്ക് ഈ ലോകം വിട്ടുപോകാൻ ഒരു ഇഷ്ടവും ഇല്ല. നീ ഇവിടെ തന്നെ സുഖം നുകർന്ന് ജീവിക്കുകയാണ്. ശരിയായ ലക്ഷ്യങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. നല്ല ലക്ഷ്യബോധത്തോടെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആ ലക്ഷ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോഴും ഭൗതികമായ കാര്യങ്ങളാണ്. പിള്ളേര് നന്നായിട്ട് പഠിച്ചോളും, പക്ഷെ അവർക്ക് ലക്ഷ്യം വേണം. ലക്ഷ്യമുണ്ടാകുമ്പോൾ അവൻ പഠിച്ചോളും. അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നും അത് എത്തിച്ചേരാൻ സാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ അവൻ പഠിച്ചോളും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ ചെറുപ്പക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഗവൺമെന്റ് സർവീസിലൊന്നും ഇപ്പൊ നമ്മുടെ പിള്ളേരില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്ത് പോവാ. ഈ അടുത്ത നാളില് തിരുവനന്തപുരത്ത് വളരെ ഉന്നത മേഖലകളിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, പിതാവേ, ക്രൈസ്തവരുടെ എണ്ണമെല്ലാം സർക്കാർ സർവീസിൽ കുറയുകയാണ്. അത് സർക്കാർ സർവീസിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ വരണം. നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ, നല്ല കഴിവുള്ള പിള്ളേര്, മത്സര പരീക്ഷ എഴുതിയ കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെല്ലാം കൂട്ടമായിട്ട് പോവുകയാണ് വിദേശത്തേക്ക്. അവിടെ പോയി അവരുടെ കഴിവുകൾ അനുസരിച്ചുള്ള ജോലിയൊന്നുമല്ല അവർ ചെയ്യുന്നത്.
ഞാൻ കഴിഞ്ഞ തവണ കാനഡയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ബിടെക്കുകാരനാണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അവനവിടെ ചെയ്യുന്നത് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. ഞാൻ ചോദിച്ചടാ, നീ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതവൻ ആഗ്രഹത്തോടെ പഠിച്ചതാണ്, നീ ഇത് ചെയ്താ നിനക്ക് എന്തെങ്കിലും സംതൃപ്തി കിട്ടുമോ? അവൻ പറഞ്ഞു, അവൻ ചെറുപ്പക്കാരനായതുകൊണ്ടാണ്, അവൻ പറഞ്ഞു, ഓ സംതൃപ്തിയൊക്കെ എന്തിനാ പിതാവേ, കാശ് കിട്ടും, അത് മതി. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നും പറഞ്ഞുകൊണ്ട് നാട്ടിൽ കൂടെ ആണെന്ന് എനിക്ക് അവർ 25,000 രൂപ തരും. ഇവിടെ വേറെ ലെവലാണ്, കാശൊക്കെ പൈസ ഒക്കെ ഒത്തിരി കിട്ടും, അത് മതി. അവന്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാവുമോ എനിക്കറിയില്ല. നമ്മളിങ്ങനെ അപ്പോ നമ്മുടെ ഈ ചെറുപ്പക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അതിലൊരു പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, പിതാവ് ഇത് ഞങ്ങളുടെ മാതാപിതാക്കളോട് പറയണം. എന്താ? അവരാണ് ഞങ്ങൾക്ക് ലക്ഷ്യം വിട്ടു തരുന്നത് വിദേശത്ത് പോക്കോളാൻ. എന്നിട്ട് അവള് പറഞ്ഞു, ഞാനിപ്പോ PSC എഴുതിക്കൊണ്ടിരിക്കുക, 2 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അമ്മ പറഞ്ഞിരിക്കുന്ന അടുത്ത 1 വർഷവും കൂടെ നിന്നെ ഇവിടെ നിർത്തും, കിട്ടിയില്ലെങ്കിൽ നീയും ചേച്ചിയെ പോലെ പുറത്തെങ്ങാനും പോകാനായിട്ടുള്ള പണി നോക്കണം, കാരണം എന്തെങ്കിലും ജോലി വേണ്ടേ, കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് ജോലി വേണ്ടേ. ഇതൊക്കെയാണ് മാതാപിതാക്കളുടെ. അതുകൊണ്ട് മാതാപിതാക്കളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരോട് പറയണം, ഞങ്ങൾക്ക് ഇച്ചിരിയുടെ സമയം കൂടെ തരാൻ പറയണം, ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് ആ പരീക്ഷയൊന്ന് എഴുതിയിട്ട്. ഞാൻ അത് പറഞ്ഞിരിക്കുന്നു, പിന്നെ ആദ്യം കാണുന്ന നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ലക്ഷ്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് പാളിപ്പോവുകയാണ്. നമ്മൾ ഈ ഭൗതികമായ ഒരു ലക്ഷ്യം മാത്രം. ഒരിടയ്ക്ക് നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണത്തിൽ പോലും പ്രോസ്പെറിറ്റി ഗോസ്പൽ കടന്നു വരുമായിരുന്നു. പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു സമൃദ്ധിയുടെ സുവിശേഷം. കർത്താവായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, ഈശോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം തരും, നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറ്റും. അതെല്ലാം മാറ്റത്തില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ഭൗതികമായ സമ്പത്താണോ അതോ സ്വർഗീയമായ സമ്പത്താണോ? നമ്മുടെ കണ്ണുകൾ സ്വർഗീയമായ സമ്പത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നങ്ങളെ പോലും ദരിദ്രമാക്കി കളഞ്ഞത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ശരിയായ ലക്ഷ്യബോധത്തോടെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, നമ്മുടെ മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പിള്ളേര് സ്നേഹിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പിള്ളേര് വെറുക്കാൻ എന്ത് പെട്ടെന്നാണ് പഠിക്കുന്നത്, അല്ലെ? ചീത്ത വിളിക്കാനൊക്കെ എന്ത് പെട്ടെന്നാണ് പഠിക്കുന്നത്. ഒരു സ്കൂളിൽ ചെന്ന് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ പപ്പായും മമ്മിയും തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ കണ്ടിട്ടുള്ളവർ കൈവെക്കുക. കുഞ്ഞുങ്ങളെല്ലാം കൂടെ തല താഴ്ത്തി വൃത്തികേടെന്നും പറഞ്ഞുകൊണ്ട് തല താത്തിയിരുന്നു. പപ്പായും മമ്മിയും കൂടെ സ്നേഹിക്കുന്നത് മഹാമോശം, അത് കാണാൻ കൊള്ളുകയില്ല. രണ്ടാമത്തെ ചോദ്യം, പപ്പായും മമ്മിയും തമ്മിൽ ചീത്ത വിളിക്കുന്നതും പിന്നെ പരസ്പരം വഴക്കിടുന്നതും കണ്ടിട്ടുള്ളവർ കൈവെക്കുക. 99% കുട്ടികളും കൈവെക്കി. അത് നല്ല കാര്യമാണല്ലോ, കാണാൻ കൊള്ളാവുന്ന കാര്യമാണല്ലോ. ഈ ചീത്ത വിളിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും പരസ്പരം ആക്രമിക്കുന്നതും ഒക്കെ കാണാൻ കൊള്ളാം, സ്നേഹിക്കുന്നത് കാണാൻ കൊള്ളുകയില്ല. സ്നേഹവർത്തമാനങ്ങളില്ലാത്ത എത്രയോ കുടുംബങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ ഈ സുറിയാനി ക്രിസ്ത്യാനി അച്ചായന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ഒത്തിരി ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ഇവിടെ സ്ത്രീകളെക്കാളും കൂടുതൽ പുരുഷന്മാരാണെന്ന് തോന്നി. ഇന്ന് എന്തു പറ്റി മാർത്തോമാ സഭയിൽ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങളോട് ഒരു വല്യച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, പള്ളിയിൽ പുരുഷന്മാരാണ് കൂടുതൽ വരുന്നതെങ്കിൽ നിങ്ങൾ സന്തോഷിക്കരുത്, ഇടവക പോക്കാണ്, കാരണം ഭക്തി ഇല്ലാത്ത പെണ്ണുങ്ങളുടെ എണ്ണം കൂടുകയാണ്. അപ്പൊ പിള്ളേരെല്ലാം മോശം. ഞാനിപ്പോ ഉടനെ പൊക്കോളാം കേട്ടോ, 1/2 മണിക്കൂറുടെ കഴിയുമ്പോൾ. അപ്പോ നമ്മൾ ഈ സുറിയാനി ക്രിസ്ത്യാനികളെ ചേട്ടന്മാർക്ക് ഭയങ്കര ഒരു പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ആണല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്നാൽ മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, ഭയങ്കര ഗൗരവമാണ്. ഗൗരവ രോഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗമൊക്കെ നമ്മളെ അങ്ങോട്ട് ബാധിക്കും. അമ്മമാര് പറയുന്നത്, ഓ എന്റെ കെട്ടിയോൻ വീട്ടിൽ വന്ന ശ്മശാന മൂകോ, അങ്ങനെ ഒന്നും മിണ്ടത്തില്ല, അവാർഡ് പടം പോലെയാ, പുറത്തിറങ്ങിയ ഭയങ്കര അട്ടഹാസം, അതാണ് പുള്ളിക്കാരത്തേക്ക് സഹിക്കാൻ വയ്യാത്തത്. പുറത്തിറങ്ങിയ അയലോക്കത്തുകാരെ കാണുമോ ഭയങ്കര അട്ടഹാസം, വീട്ടിൽ കയറി ഭാര്യയും പിള്ളേരെ കാണുമോ മിണ്ടത്തില്ല. ചേട്ടന്മാരൊക്കെ ഇച്ചിരി വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങണം കേട്ടോ. ഈ സുവിശേഷ പ്രസംഗം കേട്ട് അതെങ്കിലും ചെയ്താൽ വലിയ വ്യത്യാസമാണ്. 2-3 ദിവസത്തേക്കെങ്കിലും വലിയ വ്യത്യാസമായിരിക്കും. കാരണം നമ്മുടെ മക്കൾക്ക് അതൊക്കെ വേണം, നമ്മുടെ പിള്ളേർക്കൊക്കെ അതൊക്കെ വേണം. നമ്മുടെയൊക്കെ പെമ്മക്കളൊക്കെ എന്തുകൊണ്ടായി ഈ ചിലപ്പോഴെങ്കിലും സ്നേഹം തേടി അവിടെ ഇവിടെയൊക്കെ പോകുന്നു? നിങ്ങളൊക്കെ ഓർക്കണം, ഈ പെമ്മക്കൾക്കൊക്കെ അപ്പന്മാര് ഹീറോകളാണ്. അവർക്ക് അഭിമാനിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പനെ ഓർത്ത്. അപ്പന്മാര് മക്കൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സുരക്ഷിതത്വം എന്താണെന്നറിയാം, അഭിമാനബോധമാണ്. ഞാൻ എൻ്റെ പ്രത്യേകിച്ച് ഈ സംസ്കാരത്തിൽ വളർന്നു വന്നതുകൊണ്ട് ഞാൻ അറിയപ്പെടുന്ന എൻ്റെ അപ്പന്റെ പേരിലാണ്. എൻ്റെ അപ്പന്റെ വീട്ടുപേരിലാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത്.
എന്റെ അപ്പന്റെ പേരും വീട്ടുപേരും ഒക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പം ചിലര് ഇന്നയാളുടെ മോനാണോ എന്ന് സ്നേഹത്തോടെ പറയും. എനിക്ക് ഭയങ്കര അഭിമാനം, കൊള്ളാം, എന്റെ അപ്പനെ കുറിച്ചുള്ള ഒരു മതിപ്പുണ്ട്. ചിലരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അയ്യേ ആ പുള്ളിക്ക് ഇങ്ങനൊരു മോനുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഈ പയ്യന് ആപ്പാടെ അപകർഷതയാ, അവന് സങ്കട. ശരിക്കും അപ്പന്മാര് മക്കൾക്ക് കൊടുക്കേണ്ടത് അഭിമാനബോധം. അതുകൊണ്ടാണ് അപ്പന്മാരെ അധ്വാനിക്കണമെന്ന് പറയുന്നത്. അധ്വാനിക്കുന്ന അപ്പന്മാരെ കുറിച്ച് മക്കൾക്ക് എന്നോ അഭിമാനബോധമാണെന്നറിയാമോ? കാരണം അപ്പൻ അധ്വാനിച്ചാണ് കുടുംബം പുലർത്തുന്നത്. കൂലിപ്പണിക്കാരനായ അപ്പനാണെങ്കിലും ഓട്ടോറിക്ഷക്കാരനായ അപ്പനാണെങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്. പക്ഷെ ജോലി ചെയ്യണം. നമ്മൾ കുറെ അലസന്മാരുടെ എണ്ണം ഒത്തിരി കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ആണുങ്ങൾ ഒത്തിരി പേര് അലസന്മാരായിട്ട് മാറുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെറുപ്പക്കാരായ 2 പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അവരെ വീട്ടിലൊന്നും പറയാതെ വന്നിരിക്കുക. കാരണം പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. വീട്ടിൽ ചെന്നാൽ ഓടിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല 2 പേര് വർത്തമാനമൊക്കെ പറഞ്ഞ് സിറ്റ് ഔട്ടിലിരിക്കുന്നത് ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ട് കേട്ടോ മെത്രാനാകുന്നതിന് മുമ്പ് എനിക്ക് ഈ കൗൺസിലിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പിതാവേ അച്ഛാ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പെണ്ണാണ് പറയുന്നത്. ഇപ്പോഴത്തെ പെൺപിള്ളേരാണല്ലോ കുറച്ചുകൂടെ സ്മാർട്ട് അല്ലെ ആൺപിള്ളേരെക്കാളും. അപ്പോൾ പെണ്ണ് പറഞ്ഞു, ഞങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ഇവൻ കട്ടിലേ കിടന്ന് TV കാണുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പം ഇവൻ സോഫായെ കിടന്ന് TV കാണുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവൻ നിലത്ത് കിടന്ന് TV കാണുന്നു. അവനെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്താവോ അച്ഛാ? അത്രയേ ഉള്ളൂ. ഒരു പണിക്കും പോകത്തില്ല, അവൻ TV കാണിച്ചു. ഈ പെണ്ണ് രാവിലെ ജോലിക്ക് പോകും, അവള് അധ്വാനിച്ചുകൊണ്ട് വരും. ഞാനോട് പറയും, എടാ നാണം ഇല്ലടാ, പെണ്ണുങ്ങൾ അധ്വാനിച്ചുകൊണ്ട്. അവൻ പറയാം, അത് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ മമ്മിയൊക്കെയാ ജോലിയൊക്കെ ചെയ്യുന്നത്. അതാണ്. അപ്പൊ നമുക്ക് പലപ്പോഴും ഈ നമ്മുടെ നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ തന്നെ എന്തൊരു അഭിമാനബോധമാണ് മക്കൾക്കൊക്കെ മാതാപിതാക്കൾ കൊടുക്കുന്നതല്ലേ. വലിയൊരു അഭിമാനബോധമാണ്. അധ്വാനിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. കുടുംബ കൂട്ടായ്മയ്ക്കൊക്കെ നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരു കുടുംബം. 2 മക്കളും. ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് ഈ ഓട്ടോറിക്ഷ തന്നെ ധാരാളം മതി എൻ്റെ കുടുംബം പുലർത്താൻ. അയാൾ വെള്ളം അടിക്കുകയില്ല, ഭാര്യയായിട്ട് സ്നേഹമാണ്. ഭാര്യയും ചെറിയ സ്വാശ്രയ സംഘത്തിലൊക്കെ പോയി പണമൊക്കെ ഉണ്ടാക്കി 2 പേരും കൂടെ സന്തോഷമായിട്ട് കുടുംബം പോറ്റുന്നു. അയാൾ പറഞ്ഞു, എന്നെ എല്ലാവരും ഓട്ടത്തിന് വിളിക്കും. എനിക്ക് അവർ വിളിക്കുന്ന പോലെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇയാളെ വിശ്വസിച്ച് വിടാം, ഇയാളുടെ ഓട്ടോയിലൊക്കെ വിശ്വസിച്ചൊക്കെ കയറാം. കൂടുതൽ പണമൊന്നും മേടിക്കത്തില്ല, കറക്റ്റായിട്ടുള്ള പണമൊക്കെ മേടിക്കത്തില്ല. അതുപോലെ സുരക്ഷിതമായിട്ട് ആൾക്കാരെ എത്തിക്കും, അവരെ കൊണ്ടുവരും. എല്ലാവർക്കും അയാളെ വേണം. അയാൾ പറഞ്ഞു, രാത്രി 12 മണി വരെ ഞാനവിടെ കിടന്നാലും എനിക്ക് ഓട്ടം, ഒത്തിരി പൈസ, അത്യാവശ്യത്തിനുള്ള ജീവിക്കാനുള്ള പണമൊക്കെ ഉണ്ട്. മക്കളെ 2 പേരെയും നാട്ടിലെ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് അയാൾ പഠിപ്പിക്കുകയാണ്. ഈ പിള്ളേർക്ക് ഈ അപ്പനോട് എന്നാ ഒരു അടുപ്പമാണെന്ന് ഞാൻ അസൂയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. അവർക്ക് ഭയങ്കര അഭിമാനമാണ്. അപ്പനിങ്ങനെ അധ്വാനിച്ച് ഞങ്ങളെ വളർത്തുന്നു. ആ പിള്ളേര് 2 പേരും നല്ല നിലയിലെത്തുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അധ്വാനിക്കുന്ന അപ്പന്റെ മക്കളാണ് അവര്. നമ്മുടെയൊക്കെ അപ്പന്മാരൊരു ശകലം ദുർബലരായി പോയോ? ഈ റോൾ ഓഫ് എ ഫാദർ, പിതാവിന്റെ സ്ഥാനം ഒരല്പം ദുർബലമാവുകയും അമ്മമാര് കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയൊക്കെ ചെയ്തതാണോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ കാണുന്ന ചില പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നല്ല അഭിമാനബോധം കൊടുക്കണം. അതുപോലെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾ സ്നേഹിച്ചാണ്. മാതാപിതാക്കൾ സ്നേഹത്തോടെ പരസ്പരം ഇടപഴകുമ്പോൾ അത് കണ്ട് കുഞ്ഞുങ്ങളും സ്നേഹിക്കാൻ പഠിക്കുകയാണ്. അത് നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പഠിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മക്കളൊക്കെ അറിയണം എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന്. കാരണം അവര് ഒരു കുടുംബം പുലർത്തുമ്പോൾ, അവരൊരു കുടുംബം രൂപീകരിക്കുമ്പോൾ അവരുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ട. നിങ്ങൾ 3 ദിവസം പിണങ്ങിയിരിക്കുമെങ്കിൽ അവർ 4 ദിവസം പിണങ്ങിയിരിക്കും. നിങ്ങൾ വഴക്ക് പിടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ അവർ വഴക്ക് പിടിക്കുമ്പോഴും ഉപയോഗിക്കും. ചകളോട് കൂട്ടി പറയത്തേ ഉള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അവരും സ്നേഹിക്കുക. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാ, ആ ബോട്ടയെന്ന് വെക്കാൻ തയ്യാറാണെങ്കിൽ അവരും അങ്ങനെ തന്നെയാണ്. അത് നമ്മളൊരു വലിയ പരിശീലനം കൊടുക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. അതുകൊണ്ടാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ്
ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടത് ഞാൻ ഓർക്കുകയാണ്. അവൾ നല്ല മിടുക്കിയായ ഒരു പെങ്കൊച്ച്, ബിടെക് ഒക്കെ കഴിഞ്ഞ് അവൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് തന്നെ നല്ല ശമ്പളം നാട്ടിൽ തന്നെ കിട്ടുന്ന ഒരു പെൺകുട്ടി. അവളെയും കൂട്ടി അമ്മ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇവക്കെന്നാ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, പക്ഷെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അച്ഛനൊന്ന് സംസാരിക്കണം. ഞാൻ അവളെ വിളിച്ചു. അവൾ പറഞ്ഞു കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ നമ്മുടെ അനുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അവള് പറഞ്ഞു, എന്റെ അച്ഛ സർവമാന മനുഷ്യരും എന്നെ വിളിച്ചതായി ചോദിക്കുന്നത് എന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ട്. എന്റെ മനസ്സിൽ ആരും ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ കല്യാണം കഴിക്കാത്ത. എന്റെ മനസ്സിൽ ആരുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഞാന് കൃത്യമായിട്ട് പള്ളിയിലൊക്കെ പോകും, ഞാന് എന്റെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കും, ഞാൻ നിങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടും ഉണ്ടാക്കത്തില്ല, ഞാൻ ഒരു വീടൊക്കെ മേടിക്കും, സന്തോഷമായിട്ട് ഞാൻ ജീവിക്കും, ഒരു പ്രശ്നമില്ല, നിങ്ങളായിട്ട് എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത്. കുറേ പ്രാവശ്യം ചോദിച്ച് എന്നപ്പോൾ അവള് പറഞ്ഞു, അച്ഛൻ നിർബന്ധിക്കരുത്, എനിക്ക് എൻ്റെ പേരൻസിനെ കുറ്റം പറയാനൊന്നും ഇഷ്ടമില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ ചോദിച്ചു. അപ്പം മനസ്സിലായി, മാതാപിതാക്കളുടെ ജീവിതം കണ്ട് ഈ പാവത്താൻ കുടുംബ ജീവിതത്തെ പേടിച്ചിരിക്കുക, അവൾക്ക് കല്യാണം വേണ്ട. മാതാപിതാക്കൾ തമ്മിൽ ഈ വഴക്കു പിടിച്ച് യുദ്ധം ചെയ്ത് പകരം വീട്ടി പരസ്പരം എന്നും പഴി പറഞ്ഞ് അവരുടെ അപ്പനെ അവരുടെ വല്യപ്പനെ എല്ലാം ചീത്തയും വിളിച്ച് പിന്നെ ദീർഘദിവസങ്ങൾ ഒരപ്പൻ പിണങ്ങിയിരുന്നിട്ട് ഇവരുടെ അപ്പൻ ഹോട്ടലിൽ പോയി താമസിച്ചത്രേ 3 മാസം. ഞെട്ടിപറച്ച് ഈ പിള്ളേര് വീട്ടിൽ കഴിയും. അപ്പൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, പിണങ്ങി. വിവരമുള്ള മനുഷ്യരും നല്ല ജോലിയുള്ള മനുഷ്യരും ഒക്കെയാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ പെൺകുട്ടി തീരുമാനിച്ചു, അയ്യോ കല്യാണം വേണ്ട, അത് ഭയാനകമായ ഒരു പരിപാടിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാളും കൂടെ വന്നിട്ട് ഇതുപോലെ പിണങ്ങിയിരിക്കാനും യുദ്ധം ചെയ്യാനും പോയാൽ അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവരുടെ മാതാപിതാക്കളെ രണ്ടുപേരെയും വിളിച്ച് ഒരു അവാർഡ് കൊടുക്കണമെന്ന് തോന്നി. നിങ്ങളെ കൊണ്ട് ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്നതാ. ജീവിതത്തിൽ നിങ്ങളുടെ പിള്ളേര് കല്യാണം കഴിക്കാത്ത രീതിയിലാണല്ലോ നിങ്ങൾ വിവാഹ ജീവിതം നയിച്ചത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാശിയെല്ലാം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവും ചെയ്തിരുന്ന് ജീവിതം വെറുതെ കളയല്ലേ. സ്വർഗത്തിൽ ചെല്ലുമ്പം പത്രോസ് നിങ്ങളോട് ചോദിക്കും, നല്ലൊരു ജീവിതമല്ലായിരുന്നു, വെറുതെ കളഞ്ഞിട്ട് വന്നിരിക്കുക. നമ്മൾ വെറുതെ കളയുകയാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സ്നേഹം കണ്ടാണ് സ്നേഹം പഠിക്കേണ്ടത് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. ഒരു ഇടയ്ക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു. അവന് ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ അവനെ ഞാൻ കണ്ടത് ഒരു അനാഥാലയത്തിന്റെ നടത്തിപ്പിൽ അവൻ മുഖ്യ പങ്കാളിയാണ്. 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അവനോട് ചോദിച്ചാടാ, നിനക്കെങ്ങനെ ഇതൊക്കെ തോന്നി? ഇത്രയും സമയം അവനിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാനായിട്ട് യത്നിക്കുന്നു. കല്യാണം കഴിച്ചില്ല, അവൻ കല്യാണം കഴിക്കുക. അവൻ പറഞ്ഞു, എൻ്റെ ഈ മിനിസ്ട്രി ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ ഞാൻ കിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, എങ്ങനെ നിനക്കിത് തോന്നിയത്? അവൻ എന്നോട് പറഞ്ഞു, അതൊരു വലിയ ചോദ്യാപിതാവേ. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ വീട്ടിൽ അമ്മയോട് ഒത്തിരി കരുണയോടെ ഇടപഴകുന്ന പപ്പായെ ഞങ്ങളെന്നും കണ്ടാണ് വളർന്നത്. അമ്മയോട് കരുണ കാട്ടുന്ന പപ്പ. അതെങ്ങനെയാ ഈ പ്രത്യേക കരുണ കാട്ടുന്നത്? അല്ല, അമ്മയ്ക്ക് വീട്ടിൽ ജോലി കൂടുതലാണെന്ന് കാണുമ്പം അപ്പനും കൂടെ പോയി സഹായിക്കും. അവൻ പറഞ്ഞു വരുന്നത് എന്നാന്നറിയാവോ? പാത്രം കഴുകാൻ പപ്പായും കൂടെ സഹായിക്കുമെന്ന്. അമ്മയെ അടുക്കളയിൽ സഹായിക്കാനായിട്ട് അപ്പനും കൂടെ പോകും. ഈ അമ്മയോട് കരുതലോടെ സ്നേഹത്തോടെ ഇടപഴകുന്ന അപ്പനെ കണ്ടിട്ട് അവന്റെ ഉള്ളിൽ കാരുണ്യത്തിന്റെ ഉറവകൾ ഉണ്ടാവുകയാണ്. വളരെ പ്രസക്തമായ ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. എത്ര മനോഹരമാണതല്ലേ? മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയോടെ ഇടപെടുന്നത് കണ്ടിട്ട് മക്കളുടെ ഉള്ളിൽ കാരുണ്യത്തിന്റെ ഉറവകൾ ഒഴുകുകയാണ്. അത് അവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, സമൂഹത്തിലേക്ക് പോവുകയാണ്. അവർക്ക് പണം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ, ഇല്ലാത്തവരെ സഹായിക്കണമെന്നൊരു ചിന്തയവനുണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ എത്ര മക്കളുടെ സ്വപ്നങ്ങളിൽ ഈ അനാഥരുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ മക്കളുടെ സ്വപ്നങ്ങളിൽ കുറെ പണം ഉണ്ടാക്കുന്നതും കുറെ സുഖമായിട്ട് ജീവിക്കുന്നതും ഒക്കെ മാത്രമേ ഉള്ളൂങ്കിൽ നമ്മുടെ ജീവിതം അവരെ ഒന്നിനും പ്രത്യേകമായിട്ട് പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അത് സ്നേഹിച്ച് തന്നെ നമ്മൾ അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പ്രോവർബ്സ് 13:24 സുഭാഷിതം
13:24 നമ്മൾ വായിക്കുന്നുണ്ട്, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. മൂന്നാമതായിട്ട് മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശിക്ഷ കൊടുക്കുക എന്നുള്ളതിനേക്കാളും അവരെ അച്ചടക്കത്തിൽ വളർത്തണം. അച്ചടക്കമില്ലാത്തവൻ ജീവിതത്തിൽ വിജയിക്കൂ. അച്ചടക്കത്തിൽ വളർത്തണം. രാവിലെ ഒരു സമയത്ത് എഴുന്നേൽക്കുക. നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ന്യൂജൻ കുടുംബങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം, സ്കൂൾ ഉണ്ടെങ്കിൽ പിള്ളേര് 6 മണിക്ക് എഴുന്നേക്കും, സ്കൂൾ ഇല്ലെങ്കിൽ പിള്ളേർ എഴുന്നേക്കത്തേയില്ല. അതാണ്. രാവിലെ തോന്നുമ്പോൾ എഴുന്നേക്കുക, തോന്നുമ്പോൾ എന്നതിലൊക്കെ തിന്നുക, തോന്നുമ്പം പോവുക, തോന്നുമ്പം വരിക. അവരൊരിക്കലും ഒരു അച്ചടക്കം സ്വന്തമാക്കുന്നില്ല. അച്ചടക്കത്തോടെ മക്കളെ വളർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് ചെറുപ്പം മുതലേ വളർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ കഴിവുകളെ ലക്ഷ്യബോധത്തോടെ വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വലിയ ബുദ്ധിരാക്ഷസന്മാര് നമ്മുടെ കൂടെയുണ്ട്, നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ. അവരെങ്ങും എത്താതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ജീവിതത്തിൽ അച്ചടക്കമില്ല. അച്ചടക്കമില്ലാത്തവൻ വിജയിക്കത്തില്ല, അവൻ പരാജയപ്പെടും. ജീവിതത്തിൽ ചില സുഖങ്ങളോട് നോ പറയാൻ പറ്റാത്തവൻ, അതാണല്ലോ അച്ചടക്കം. എനിക്ക് ചില സുഖങ്ങളോട് നോ പറയാൻ പറ്റണം. നമ്മുടെയൊക്കെ സഭയിൽ നോമ്പ് ഒക്കെ ആചരിക്കുമ്പോൾ നമ്മൾ പരിശീലിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. എന്തിനാ? നോ പറയാൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ പ്രത്യേകമായി ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. എനിക്കിഷ്ടമുള്ള ഒരു സുഹൃത്തിനോട്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു ഇടത്ത് ഞാനിപ്പോ പോകുന്നില്ല. ഇപ്പോ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാനത് കാണുന്നില്ല ഇന്ന്, കാരണം നാളെ പരീക്ഷയാണ്, ഞാൻ കാണുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അതൊരു അച്ചടക്കമാണ്. അച്ചടക്കമില്ലാതെ വളരുന്ന മക്കൾ ഒരിക്കലും എങ്ങും എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് സമയം പാലിക്കാൻ, സമയത്ത് എഴുന്നേക്കാൻ, അതുപോലെ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കാൻ ഒക്കെ അവർക്ക് സാധിക്കണം. വീട്ടിൽ തോന്നിയ പോലെ ജീവിക്കാൻ സാധിക്കുകയില്ല, അവിടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അവിടെ ചില ചിട്ടകളൊക്കെ ഉണ്ട്, ആ ചിട്ടകൾ ഉണ്ടാവണം. ചിട്ടകളില്ലാത്ത കുടുംബജീവിതം നമ്മുടെ മക്കളെ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നില്ല. അതുപോലെ തന്നെ വൃത്തിയായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കുക. വൃത്തിയായിട്ട് ജീവിക്കാൻ, സ്വന്തം ശരീരം വൃത്തിയാക്കാൻ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വൃത്തിയാക്കാനൊക്കെ പഠിപ്പിക്കുക. നിങ്ങൾ ഓർക്കും, ഈ പിതാവ് വന്നിട്ട് ഇതൊക്കെയാണോ സുവിശേഷ യോഗത്തിൽ പറയുന്നത്? എൻ്റെ വിചാരം നല്ല ആത്മീയതയുള്ളവർ നല്ല വൃത്തിയുള്ളവരായിരിക്കും. നല്ല ആത്മീയതയുള്ളവർ, ദൈവവിശ്വാസമുള്ളവർ വൃത്തിയോടുകൂടി ജീവിക്കും. ഇപ്പൊ കുറെ ന്യൂജൻ അമ്മമാരുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പം അവർ ആ കാറും ഒക്കെ ഡ്രൈവ് ചെയ്ത് മോന്റെ ഹോസ്റ്റലിലോട്ട് പുന്നാരമോനെ കാണാൻ ഒരു പോക്കുണ്ട്. പോകുമ്പം ഒരു സെറ്റ് അലക്കി തേച്ച തുണിയുമായിട്ടാണ് പോകുന്നത്. എന്തിനാ? എൻ്റെ കൊച്ചേ 24-25 വയസ്സായവന് എൻ്റെ കൊച്ചിന്റെ ഡ്രസ്സ് അലക്കാനായിട്ട് എടുക്കാൻ പോവാ അമ്മ പോയി. അവൻ ഇട്ട് നാറ്റിച്ച് അവിടെ ഇവിടെ എല്ലാം പരത്തിയിട്ടിരിക്കുന്ന തുണിയെല്ലാം പെറുക്കിയെടുത്ത് ഒരു തിരിശേഷിപ്പ് പോലെ കാറയിൽ എടുത്തു വെച്ച് അത് കൊണ്ടുപോയി കഴുകി പിറ്റേ വെള്ളിയാഴ്ച കൊണ്ടുപോയി കൊടുക്കും. ഇവൻ ഒരു ജോലിയും ചെയ്യത്തില്ല, അവനൊന്നും അറിയത്തുമില്ല. അവനോട് മരുന്ന് മേടിക്കാൻ പറഞ്ഞ അവൻ പലചരക്ക് കടയിൽ പോയി ചോദിക്കും. അതുപോലെ പ്രായോഗിക ബുദ്ധിയോടെ നമ്മൾ മക്കളെ വളർത്തുകയാണ്. അച്ചടക്കമില്ലാതെ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. സുഭാഷിതങ്ങളിൽ പലയിടങ്ങളിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. 23-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട എന്നാണ് പറയുന്നത്. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട. ഇപ്പൊ ഇതൊക്കെ ഉറക്കെ പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട് കേട്ടോ. എന്നാലും വടികൊണ്ട് അടിച്ചെന്ന് വെച്ചാൽ മരിച്ചു പോവുകയൊന്നുമില്ലെന്ന് പ്രവാചകൻ പറയുന്നു കേട്ടോ. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. നല്ല തല്ല് കൊടുക്കുമ്പം നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും, നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും. നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പലപ്പോഴും ലഭിക്കാതെ പോകുന്നത് ശരിയായ ഒരു അച്ചടക്കമാണ്. അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനും സമ്പാദിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 14-ാമത്തെ വാക്യത്തിൽ
നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 12 അധ്യായം 14 വാക്യത്തില് മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടിയാണ്. മക്കള് സമ്പാദിക്കുമെന്നോർത്ത് കാത്തിരിക്കുന്നതും മക്കൾക്ക് അനാവശ്യമായ ഭാരം ചുമലിൽ താങ്ങി വെച്ചു കൊടുക്കുന്നതും ഒന്നും മാതാപിതാക്കൾക്ക് ചേർന്ന കാര്യമല്ല. നമ്മൾ ഓർക്കണം, 30 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ മാന്യമായ വേതനം വാങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ജോലി ചെയ്ത് മാത്രം അവരുടെയൊക്കെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ട്. 30 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കിട്ടുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 2.5 ലക്ഷം ചെറുപ്പക്കാര് തൊഴിലില്ലായ്മ വേതനത്തിന് രജിസ്റ്റർ ചെയ്തു എന്നും നമ്മൾ പത്രത്തിൽ വായിച്ചു. നമ്മക്കേയുള്ളൂ തൊഴിലില്ലാത്തത്, ബാക്കി എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ട്, നല്ല വേതനവും കിട്ടുന്നുണ്ട്. സാമാന്യം നല്ല വേതനം. അധ്വാനിച്ചാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അധ്വാനിച്ചാൽ മിനിമം 1000 രൂപ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. അധ്വാനിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ആവശ്യത്തിന് സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും. അലസതയുടെ മാർഗത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ഒന്നിനും സമയമില്ലാത്തത്. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിനിമാ നടനും സിനിമാ നടിയും വന്നാൽ എന്നോ ജനവാ ഇവരെ കാണാനായിട്ട് വരുന്നു. ഇവർക്കൊന്നും ജോലിയില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുവന്നാൽ എന്നോ ജനവാ അവന്റെ ഫോട്ടോ എടുക്കാനായിട്ട്. ആരുടെയാ ഫോട്ടോ എടുക്കേണ്ടതെന്ന് പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല. കൊലക്കേസ് പ്രതിയെ പോലീസ് പിടിച്ചോണ്ട് വരുമ്പം അയാളെ കാണാനായിട്ടോ ജനമെല്ലാം കൂടെ വരികയാണ്. എന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാര് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഒന്ന് കൈയടിച്ചു കഴിഞ്ഞാൽ വരാനും മാത്രം. നമ്മുടെ ആൾക്കാരെല്ലാരും കൂടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നേനെ ഇന്ത്യയിലെ അവസ്ഥ. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ നാട്ടിൽ അധ്വാനത്തിന്റെ കുറവാണ് നമ്മളെ ദരിദ്രരാക്കി മാറ്റുന്നത്. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം അവിടെ ഒത്തിരി സമൃദ്ധി കാണുമ്പം നമ്മൾ ആരും വിചാരിച്ചേക്കരുത് അവർ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവരുടെ മുറ്റത്തെ മരത്തെ കുലുക്കുമ്പം താഴോട്ട് ഈ ഡോളറും യൂറോയും താഴോട്ട് വീഴുക എന്നൊന്നുമല്ല. അവർ അധ്വാനിക്കണം. അവര് പ്രായമായാലും അവർക്ക് തന്നെ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. ഒരു അമ്മച്ചി, ഒരു 75 വയസ്സുള്ള ഒരു അമ്മച്ചി തന്നെ ജീവിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് അവരുടെ മകനും കുടുംബവും ഉണ്ട്. രാവിലെ മഞ്ഞ് വീഴും. മഞ്ഞ് നല്ല കനത്ത് വീഴുമ്പം ഈ അമ്മച്ചി എഴുന്നേറ്റ് ഇത് മാറ്റിക്കോണം. അത് മാറ്റും. അമ്മച്ചി ആരെയും വിളിക്കത്തില്ല, തന്നെ എഴുന്നേറ്റ് ഇത് ചെയ്യും. അധ്വാനം അവസാനം വരെ, ആരോഗ്യമുള്ള അവസാന നിമിഷം വരെ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് അവർ വളർന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ പോയി. നമ്മൾ അധ്വാനത്തെ തന്നെ കാറ്റഗറൈസ് ചെയ്തു നമ്മുടെ ഈ ജാതി വ്യവസ്ഥയൊക്കെ കൊണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ ജനം കഴിയുന്നത്. ഇപ്പോഴും ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നമ്മുടെ ജനം കഴിയുന്നത്. കുറെ നാളുകൾക്ക് മുമ്പ് നമുക്കൊക്കെ ഇന്ത്യയില് ബവാഡെ വിൽസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാക്സസെ അവാർഡ് കിട്ടി ഡൽഹിയിൽ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എല്ലാ വാരികകളിലും വന്നു, ഈ വിൽസൺ എന്തിനാണ് മാക്സസെ അവാർഡ് കിട്ടിയത്. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യയെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ത്യയുടെ അവസ്ഥയൊക്കെ ഓർത്ത്, ഇന്ത്യ ഭയങ്കരമായിട്ട് 3ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെക്കുറിച്ച് ശരിയായ ഒരു ബോധം കിട്ടുന്നത്. നിങ്ങൾ ഓർക്കണേ, ബവാഡ വിൽസന് ഇത് കിട്ടിയത് എന്തിനാണ്, മാക്സസെ അവാർഡ് കിട്ടിയത് എന്തിനാണ്? ഇന്ത്യയിൽ 1.5 ലക്ഷം വരുന്ന ഒരു പ്രത്യേക ജാതി ഉണ്ടത്രേ. മനുഷ്യന്റെ മാലിന്യങ്ങൾ, ഈ മറ്റ് മാലിന്യങ്ങളുണ്ടല്ലോ, ഈ ടോയ്ലറ്റിലേക്ക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു വളരെ പ്രാകൃതമായ രീതിയിൽ നീക്കം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ 1.5 ലക്ഷത്തോളം ഉണ്ട് അവരുടെ ജാതിയിൽ. അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചതിനാണ് ഈ മനുഷ്യന് മാക്സസെ അവാർഡ് കിട്ടിയത്. നമുക്കത് വായിക്കുമ്പം കർത്താവ്, ഇങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കുന്ന ഈ സ്ഥലത്താണോ നമ്മൾ ചുമ്മാ നമ്മളെക്കുറിച്ച് പൊങ്ങച്ചവും പറഞ്ഞ് നടക്കുന്നത്? ശരിക്കും അധ്വാനിക്കാനും ആവശ്യമായ വേതനം കിട്ടാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ നമുക്കെങ്ങനെയാണ് മനുഷ്യനെ ഉദ്ധരിക്കാനായിട്ട് സാധിക്കുക? അതുകൊണ്ടാണ് അധ്വാനത്തിന്റെ ഒരു സന്ദേശം അത് നമ്മുടെ മക്കൾക്ക് കിട്ടണം. നന്നായിട്ട് അധ്വാനിക്കണം എന്നുള്ള ഒരു ചിന്ത മക്കൾക്കുണ്ടാവണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരം എല്ലാം ടിവിയും കണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ. ഞാൻ അവനോട് ചോദിച്ചടാ, നീ എന്താ ഇങ്ങനെ അലസനായിട്ട് കഴിയുന്നത്? ഉടനെ അവൻ പറഞ്ഞു, പിതാവേ,
ആച്ചാ ഇത് കണ്ടോ എന്നതാ, കാനഡയിൽ നിന്നൊരു കോൾ എനിക്ക് എപ്പോൾ വേണേലും വരും, ഞാനെല്ലാം ഫയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാനഡയിൽ നിന്നുള്ള കോള് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങ് കാനഡയിൽ ജോലിക്ക് പോകും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ, ഇവന് കാനഡയിൽ ജോലി കിട്ടുമല്ലോ. ഉടനെ അവൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി, ഇവൻ ഈ കാനഡ കാര്യം പറയാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പം ഞാൻ പറഞ്ഞേട്ടാ, നീ എന്നാൽ കാനഡയിൽ പോകുന്നോടം വരെ നീ നാട്ടിലൊരു ജോലി ചെയ്യും. അവനും ബിടെക്കുകാരനെ, എഞ്ചിനീയറാണ്. ഉടനെ അവൻ പറയുക, ഇവിടെ ജോലി ചെയ്താൽ എന്നാ കിട്ടും, 40,000 രൂപ കിട്ടും, അത് ആർക്ക് വേണം? ഞാൻ പറഞ്ഞു, ആർക്കും വേണ്ട, എനിക്ക് തന്നെ, എന്നാലും നീ ജോലി ചെയ്യും, അവക്കൊരു ആശ്വാസം. അവൻ പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ചുമ്മാ 40,000 രൂപ കിട്ടി, നമുക്കെന്നാ, നമുക്കൊന്ന് ഹോട്ടലിൽ പോകാനായിട്ടില്ല, അവിടെ ചെന്നാലുണ്ടല്ലോ 2 ലക്ഷം രൂപ കിട്ടും. ഇതാണ് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ഒരു മനസ്സ്. ഒരു ജോലിയും ചെയ്യാതിരിക്കുക, കിട്ടുവാണെങ്കിൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടണം, അധ്വാനത്തിന് ഓരോ ദിവസവും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളില്ലാതെ നമ്മൾ സുഖത്തിന്റെ ഒരു സംസ്കാരത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ 5-ാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്, അതാണ് പറയുന്നത്. അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അവരെ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്, അവരിൽ കോപമുളവാക്കരുത് എന്ന് പറഞ്ഞാൽ അവരെ അടിച്ചേൽപ്പിക്കരുത് ഓരോ കാര്യങ്ങൾ. ചില മക്കളൊക്കെ അപ്പന്മാരെ പേടിച്ച് വളരുന്നുണ്ട്, അമ്മമാരെ പേടിച്ച് വളരുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഉണ്ടായാലുള്ള കുഴപ്പം എന്താണ്? ഈ പിള്ളേർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല, അവർക്ക് സന്തോഷം എന്താണെന്ന് അറിയത്തില്ല, അവരുടെ ഉള്ളിൽ നിറയെ പേടിയാണ്. അവർക്ക് ഇച്ചിരി സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ നമ്മൾ ഒരു ശിക്ഷ കൊടുക്കുമ്പോഴും അതിന്റെ കാരണം പറഞ്ഞിട്ട് ശിക്ഷിക്കണം. മോനെ, നിന്നെ ശിക്ഷിക്കുന്നത് ഇന്ന കാര്യത്തിനാണ്, അതിന് നീ ശിക്ഷ വാങ്ങിയേ പറ്റൂ. അവൻ ശിക്ഷ മേടിക്കും, അവന് മനസ്സിലാവും ഇന്ന കാര്യത്തിനാണ്. അതല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ പ്രകോപിപ്പിക്കുകയാണ്. 6-ാമതായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ആദരവ്, അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിരന്തരമായിട്ട് നിലനിൽക്കേണ്ടത്. സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഭാര്യ ഭർത്താവിനെ ആദരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? നിങ്ങൾ പറയും, ആദരിക്കാവുന്ന ഒരു പാർട്ടിയാണ്, അങ്ങോട്ട് വന്നാൽ മതി, കാണിച്ചു തരാം, എഴുന്നേറ്റ് നിൽക്കാം. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ആദരിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പക്കാര് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പം അവര് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പരസ്പരം ശരീരത്തെ പോലും മാനിക്കാതെ, ആദരിക്കാതെ അതിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ചിന്തയിൽ കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവര് പരിചയപ്പെട്ട ആദ്യത്തെ സ്ത്രീ പുരുഷ ബന്ധം നിങ്ങളുടേതാണ്. പരസ്പരം ആദരിക്കുന്ന, അപ്പനെ ആദരിക്കുന്ന അമ്മയും അമ്മയെ ആദരിക്കുന്ന അപ്പനും ഒക്കെയുള്ള കുടുംബങ്ങളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരസ്പരം ആദരിക്കാൻ അറിയാം. റെസ്പെക്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും കാണുന്നത് ചൂഷണം ചെയ്യുന്നതാണ്. അമ്മ ഏതായാലും ഇയാളെ കെട്ടി, കാര്യങ്ങളൊക്കെ നടത്താൻ ഇയാളുള്ളത് നല്ലതാ എന്നുള്ള രീതിയിൽ അയാളെ ചൂഷണം ചെയ്യുന്നു, അയാൾ ഭാര്യയെ ചൂഷണം ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? അതുകൊണ്ട് പരസ്പരമുള്ള ചൂഷണം കണ്ടു വളരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചൂഷണത്തിന്റെ ഒരു മാർഗത്തിലേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് പരസ്പര ആദരവിന്റെ ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സമാപിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ സുവിശേഷം നമ്മുടെ ജീവശ്വാസം പോലെ വീട്ടിലും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം കർത്താവിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പറയുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ ചെയ്തിട്ട് എന്താണ് പ്രയോജനം? പ്രയോജനം ഉണ്ടാകേണ്ടത് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ കുറച്ചും കൂടെ തെളിച്ചമുള്ളതായിട്ട് മാറണം. കുറച്ചും കൂടെ സ്നേഹമുള്ള കുടുംബങ്ങൾ നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളൊക്കെ കുറച്ചും കൂടെ നല്ല പോസിറ്റീവ് എനർജിയുള്ള മക്കൾ, സ്നേഹിക്കാനും ജീവിതം പങ്കുവെച്ചു കൊടുക്കാനും അതുപോലെ സുവിശേഷത്തെ പ്രതി അഭിമാനിക്കാനും ഒക്കെ സാധിക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതം ഒത്തിരി ടെൻഷൻ പിടിച്ച് ജീവിക്കേണ്ട ഒന്നുമല്ല. വളരെ ലളിതമായിട്ട് സ്നേഹിച്ച് ജീവിക്കാവുന്ന ഒരു സംഭവമാണിത്. വളരെ ആനന്ദത്തോടെ ജീവിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഈ പഴയ കാര്യങ്ങൾ കുറെ അങ്ങ് മറന്നുപോയാൽ തന്നെ പകുതി ആശ്വാസം. ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതിരുന്ന ഇന്നത്തെ
ഒരു സന്തോഷം അനുഭവിക്കുക. ചിലരെ ഉണ്ടല്ലോ, നാളെ പട്ടിണിയാവുമല്ലോ എന്നോർത്ത് അവർക്ക് ഇന്നത്തെ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ നാളെ പട്ടിണി ആയിരിക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇന്നത്തെ ഭക്ഷണം ഇറങ്ങുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ കൃപകളാൽ നിറയട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ സ്നേഹം നിറയട്ടെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ കുറച്ചും കൂടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഭവങ്ങളായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ആഴ്ച മുഴുവൻ നീളുന്ന നിങ്ങളുടെ ഈ സുവിശേഷ യോഗങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.